സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെ NSSന്റെ ആചാര്യനായ സുകുമാരൻ നായരും അതുപോലെ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനുമെല്ലാം ഘോരം പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വി ഡി സതീശൻ ഒരു കാരണവശാലും UDF നയിക്കാൻ അഥവാ കോൺഗ്രസിന് UDF മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ പോലും യോഗ്യനല്ല, ബഫൂണാണ് എന്നൊക്കെ ഒരു അവസരത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. എന്നാൽ ഞാൻ ഒരിക്കലും സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന നിലപാട് കൃത്യമായി തന്നെ അദ്ദേഹം വിളിച്ചു പറയുകയും, എന്നാൽ ഒരു സമുദായത്തെയും അകറ്റി നിർത്തുന്നില്ല, വോട്ട് ചോദിക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും പോകും, എന്നാൽ വഴിവിട്ട് മറ്റേതെങ്കിലും ഒരു സ്വാധീനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാനോ ഞാൻ തയ്യാറല്ല. ഈ നിലപാട് വി ഡി സതീശനെ പോലെ തുറന്നു പറയാൻ ചങ്കുറ്റുള്ള നട്ടലുള്ള നേതാക്കളെയൊന്നും പിന്നീട് കണ്ടില്ല. സാറും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളെയും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ. അവരൊക്കെ വി ഡി സതീശനെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അതിനെന്താണ് പ്രതികരണം എന്ന് ഇവരെല്ലാവരും ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴും കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനാവട്ടെ സുകുമാരൻ നായരാവട്ടെ UDF കോൺഗ്രസിനോട് നീരസം പുലർത്തി നിൽക്കുകയാണെങ്കിൽ അത് അവരുടെ നിലപാടാണ്. പക്ഷേ എൻ്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീം UDF വിജയത്തിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ വി ഡി സതീശൻ്റെ നിലപാടുകൾക്ക് കേരളം അംഗീകാരം കൊടുത്തിരിക്കുന്നു. ഫലത്തിൽ ഈ അംഗീകാരം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സാമുദായിക നേതാക്കന്മാരുടെ കരണത്ത് കിട്ടിയ അടി തന്നെയല്ലേ? അതായത് വെള്ളാപ്പള്ളി നടേശൻ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം ഒരു ബഫൂൺ ആയിക്കൊണ്ട് കേരളത്തിലെ പൊതുചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം കുറേ കാലമായിട്ട് പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് മൈക്രോ ഫിനാൻസിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് പാവപ്പെട്ട ഈഴവരെ പറ്റിച്ച്, അതേപോലെ യാതൊരു തെരഞ്ഞെടുപ്പും നടത്താതെ SNDP തലപ്പത്തിരുന്ന് ഇങ്ങനെ പിണറായി വിജയന്റെ ധൈര്യത്തിൽ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, കേന്ദ്രത്തിൽ മകനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സഹായത്തോടെ BDJS സഹായത്തോടെ അങ്ങനെ വളരാം നിൽക്കാം എന്നുള്ള അവസ്ഥയിലായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. കേന്ദ്ര ED റെയ്ഡ് വരില്ല, ആരുണ്ട് കൂടെ എന്ന് ചോദിച്ചാൽ കൂടെ തുഷാർ വെള്ളാപ്പള്ളി BDJS ഉണ്ട്, അത് BJPയുടെ കൂടെയാണ്. ഇവിടെ പിണറായി വിജയന്റെ കൂടെയാണ് ആള്. ഇടയ്ക്കിടയ്ക്ക് അയാൾ പറയുന്ന പ്രകാരം പിണറായി വിജയൻ പറയുന്ന പ്രസ്താവന ഇറക്കുക. അപ്പോൾ പ്രസ്താവന ഇറക്കുന്നതിൽ മാത്രം ആനന്ദം കണ്ടെത്തി വായിൽ നല്ല സരസ്വതി വിളയാട്ടം നന്നായിട്ടുള്ള അദ്ദേഹത്തിന് എന്ത് വൃത്തികേടും പറയാനുള്ള ഒരു ലൈസൻസ് സ്വയം പിണറായി വിജയനും ചില ആളുകളും കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കേരളത്തിലെ പിണറായി വിജയനെതിരെയുള്ള ആൾക്കാരെ അസഭ്യം പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രത്യേക രീതിയാണ്. ആദ്യം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹം പിൻവാങ്ങി, പിന്നീടും അദ്ദേഹം അവസാനം LDF അധികാരത്തിൽ വരും, പിണറായി അധികാരത്തിൽ വരും, വി ഡി സതീശൻ ആരാണ്, ബഫൂണാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കേണ്ടായി. ഇടയ്ക്കൊന്ന് കാലുമാറി പിന്നോട്ട് വന്നു. പിന്നെയാണ് മനസ്സിലാക്കുന്നത് KC വേണുഗോപാലിനെ മുന്നിൽ നിർത്താം, പിന്നെ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്താം എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിൽ നിർത്തി അദ്ദേഹം കളിക്കാൻ നോക്കി. ഇതിനൊക്കെ തന്നെ വി ഡി സതീശൻ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയൂ? അദ്ദേഹം പറഞ്ഞിടത്തോടെ അദ്ദേഹത്തിന് 90 വയസ്സായി എന്നുള്ളതാണ്. അതിനർത്ഥം അത്തുമുത്തിയില്ലാതെ സംസാരിക്കുന്നു, നമ്മൾ ആരാണ് എനിക്ക് അറിയേണ്ട ആവശ്യം, ഞാൻ അവരോടൊന്നും എതിരായി പറയുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വി ഡി സതീശന്റെ യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറയുന്നത് ആരാണ്? സൗഭാഗ്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇത്തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒറ്റക്കെട്ടായി UDF വരാൻ വെള്ളാപ്പള്ളി സഹായിച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ നന്ദിയോടുകൂടി വെള്ളാപ്പള്ളിയെ കാണുന്നത്. അങ്ങനെ ആ വോട്ടുകൾ ഒറ്റക്കെട്ടായി UDF വന്നതോടുകൂടി എന്ത് നേട്ടമുണ്ടായി? കേരളത്തിൽ ബ്ലോക്കായി UDF വിജയിക്കാനുള്ള പിന്നിലെ ശക്തി ഓട്ടോമാറ്റിക് കിട്ടി എന്നുള്ളതാണ്. പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് കളിപ്പിക്കുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ ഓരോ വാചകങ്ങളും ഗുണമായി മാറി മാത്രമല്ല, പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ടുപോയതോടുകൂടി ഒരു മെസ്സേജ് കിട്ടി. ഈ വെള്ളാപ്പള്ളി വിഷം തുപ്പുന്ന അങ്ങനത്തെ ഒരു ജീവിയാണ്, അതിന് പിണറായി വിജയനാണ് കൂട്ട്. അതോടെ പിണറായി വിജയനെ കൂടുന്ന മുസ്ലിം വിഭാഗം കംപ്ലീറ്റ്
എൻ ബ്ലോക്ക് ആയിട്ട് UDF-ലേക്ക് വന്നതാണ് ഈ ഇലക്ഷന്റെ വിജയം. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ UDF വൻ വിജയമാണ് നേടിയിട്ടുള്ളത്. കോഴിക്കോട് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ അവസാനം ബേപ്പൂര് മാത്രമാണ് അപ്പാട തടഞ്ഞത്. 13 സീറ്റിൽ 12 UDF-ന് അനുകൂലമായി നിൽക്കുകയാണ്. ഇനി ഒറ്റ സീറ്റ് ഇവിടെ ബേപ്പൂരിലെ സ്ഥിതി മാത്രം ലാസ്റ്റ് കാത്തിരിക്കുകയാണ്. ബാക്കി കംപ്ലീറ്റ് തകർന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കോഴിക്കോട് ഇങ്ങനെ തകർന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അതായത് UDF-ന് ഐതിഹാസികമായ ഈ വിജയം നേടിക്കൊടുക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശന് സ്തുത്യർഹമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് VD സതീശൻ വെള്ളാപ്പള്ളി നടേശനോട് നന്ദി പറയണം എന്നാണ് സാർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം എത്ര അദ്ദേഹം VD സതീശനെ പറ്റി കുറ്റം പറയുന്നോ അത്രയും മുസ്ലിം വിഭാഗം ആരെ കൂടെ നിൽക്കും? VD സതീശന് കൂടെ നിൽക്കും. അതല്ലേ മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി ഏറ്റവും ജനപിന്തുണയുള്ള നേതാവിനെ കൂടിയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്, ജനവികാരം അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് ആരാണ്? VD സതീശനാണ്. വെള്ളാപ്പള്ളിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന നേതാവ് ആരാണ്? VD സതീശനാണ്. VD സതീശനെ തെറി പറയുന്ന നേതാവ് ആരാണ്? വെള്ളാപ്പള്ളിയാണ്. അതന്നെയാണ് സൗഭാഗ്യം VD സതീശനെ സംബന്ധിച്ചിടത്തോളം. ഈ VD സതീശന്റെ നിലപാടുകൾ തുറന്നു നിൽക്കുമ്പോഴും പറവൂര് പോലുള്ള ഒരു മണ്ഡലത്തിലെ 70 സമുദായത്തിന് വലിയ വോട്ടുകൾ ഉള്ളൊരു മണ്ഡലം തന്നെയാണ്. പക്ഷെ അവിടെ പോലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും VD സതീശൻ വലിയ ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഇടതുപക്ഷം തോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ നാശമായിരിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതുപോലെ ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മാറാട് പോലുള്ള കലാപങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം വളരെ ആശങ്കാപൂർവ്വം പറഞ്ഞത്. ഇതെല്ലാം സാറ് സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയന്റെ CPM-ന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ എഴുതി കൊടുത്ത പ്രസംഗങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ വായിലൂടെ പറയുകയാണ് എന്ന് വേണം ഇത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഒരു സാമുദായിക ആചാര്യൻ എന്ന രീതിയിൽ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കളെ വോട്ട് ബാങ്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാഴ്ത്തി വരുതിക്ക് നിർത്താമെന്നുള്ള അത്തരം വ്യാമോഹങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ VD സതീശൻ കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞേക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു നേതാവും മുഖത്ത് നോക്കി പറയാത്ത രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനോടും സുകുമാരൻ നായരോടും എല്ലാം സതീശൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ആരോടും വിരോധമില്ല, പക്ഷേ കൂടുതൽ അഭ്യാസങ്ങളുമായി വെള്ളത്തിലുകളുമായി വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള ഒരു സന്ദേശം കൊടുത്തത്. ആ സന്ദേശം തന്നെയാണ് ഇപ്പോൾ കേരള ജനത വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും കൊടുത്തിരിക്കുന്നത് എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ. അങ്ങനെ വേണ്ട വിലയിരുത്താൻ. ഇനി സുകുമാരൻ നായരിലേക്ക് കടക്കാം. സുകുമാരൻ നായർ എന്ന് പറയുന്നത് കാട്ടുകള്ളനാണെന്ന് ആദ്യമായി വാർത്ത ചെയ്തുള്ളത് ക്രൈം എന്നുള്ള പ്രസിദ്ധീകരണമാണ്. അതേപോലെ വെള്ളാപ്പള്ളിയെ കുറിച്ചും 98 പറഞ്ഞ അയാൾ കള്ളനാണെന്നുള്ളത്. അപ്പം ഇവരൊക്കെ തന്നെ അവരെ സ്വന്തം സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട്, നായർ സമുദായത്തെയും ഈഴവ സമുദായത്തെയും വഞ്ചിച്ചുകൊണ്ട് അങ്ങനെ പല കള്ളക്കണക്കും തട്ടിപ്പും എല്ലാം പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഈഴവരുടെ വികാരം ഉണർത്തിയെടുത്താൽ, നായന്മാരുടെ വികാരം ഉണർത്തിയെടുത്തിട്ട് ഇവർ രണ്ടുപേരും കുറെ കാലമായി ഈ സ്ഥാനത്ത് കഴിഞ്ഞുകൂടുകയാണ്. മന്നത്ത് പത്മനാഭൻ കൊണ്ടുവന്ന NSS എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനം, എന്നാൽ ജാതി മതത്തിൽ അപ്പുറം ചിന്തയിലായിരുന്നു. അതേപോലെ തന്നെ ശ്രീനാരായണ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന മദ്യം തുടരുതെന്ന് പറഞ്ഞ സ്ഥലത്താണ് കള്ള് വ്യവസായിയായ മദ്യ വ്യവസായ ഈ പറയുന്ന ഈഴവരെ ഈഴവർ എന്ന് പറയും നാഴിക്ക് 40 പ്രാവശ്യം പറയുന്ന വെള്ളാപ്പള്ളി നടേശിരുന്നെങ്കിൽ അപ്പുറത്ത് നായർ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സുകുമാരൻ നായർ ഇരുന്നത്. ഈ രണ്ടുപേരെയും അകറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ തിണ്ണതിരങ്ങാൻ ഞാനില്ല, അതേസമയത്ത് അവരെ ഞാൻ തള്ളി പറയുന്നില്ല എന്ന് മാന്യമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള നമ്മുടെ VD സതീശന് കേരള ജനത ഒറ്റക്കെട്ടായി കൂടെ നിന്നു. ഒന്ന് ഇടപെട്ടോട്ടെ, അത് മറ്റൊരു കാര്യം കൂടി ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം നിലപാടുകൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ ഞാൻ തോറ്റാലും എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന്. എനിക്ക് വനവാസത്തിന് പോകേണ്ടി വന്നാൽ എനിക്കൊരു മണ്ണാങ്കട്ടയും ഇല്ല, എനിക്ക് രാഷ്ട്രീയം ഇടേണ്ടി വന്നാലും ഞാൻ ഈ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് കേരള ജനതയുടെ നിലപാടെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. നിഷ്പക്ഷരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി, സാംസ്കാരിക രംഗത്ത് സാമുദായിക രംഗത്ത് നിൽക്കുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി
എല്ലാ പാർട്ടിയിലുള്ള ആളുകളടക്കം വി ഡി സതീശന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഇലക്ഷന്റെ UDF-ന്റെ വിജയം. മാത്രമല്ല അദ്ദേഹത്തെ വളരെ പ്ലാൻഡ് ആയിട്ട് തോൽപ്പിക്കാൻ വേണ്ടി പറവൂരിൽ ഇത്തവണ എല്ലാ പ്രവർത്തനവും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് BJP അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. SDPI അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. SDPI പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ. SDPIക്ക് ശക്തമായ വേരുള്ള സ്ഥലമാണ് ഇവിടെ പറവൂര്. BJP ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താതെ അവിടെ തോൽപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. BDJS അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. വെള്ളാപ്പള്ളി അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാ ശക്തികളും ഒറ്റക്കെട്ടായി നിന്നിട്ടും പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. ഒരു വോട്ടിന് ജയിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ വിജയമായിരിക്കും. എന്തായാലും വി ഡി സതീശൻ നിലപാടുകളുടെ വിജയമാണ്. അദ്ദേഹം എന്ന മനുഷ്യന്റെ ഈ പറയുന്ന സമുദായത്തിനപ്പുറം മനുഷ്യരായി കണ്ടുകൊണ്ട് മതേതരത്തിന്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് മനസ്സിലായത്. എന്തായാലും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുടെയും കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ ഈ കൺകെട്ട് വിദ്യകളൊന്നും നടക്കില്ല. അവരുടെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും നേടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവരുടെ കേസുകൾ 1, 2, 3, 4 കേസുകളല്ല. വെള്ളാപ്പള്ളിയെയും തുഷാർ വെള്ളാപ്പള്ളി എന്നോ ജയിലിലടക്കേണ്ട ആൾക്കാരാണെന്ന് വ്യക്തമായ തെളിവുകളുള്ള കേസുള്ള സമയത്താണ് ഇങ്ങനത്തെ അഭ്യാസങ്ങൾ അവർ കാണിക്കുന്നത്. അതിനാണ് ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലേന്റെയും KC വേണുഗോപാലിന്റെയും പിന്തുണ നേടാൻ വേണ്ടി പല അഭ്യാസങ്ങളും അവസാന ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. നേരത്തെ എന്താ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ? 100-ൽ പരം സീറ്റുകൾ കിട്ടുകയോ എന്നല്ലേ ചോദിച്ചത്. ഇപ്പോഴെന്തായി? ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനായാലും പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിൽ വരണം എന്നാണ് തന്റെ ആഗ്രഹം. വരും എന്നാണ് പറഞ്ഞത്. ഈ ലാസ്റ്റ് നിമിഷത്തിൽ പോലും പറഞ്ഞ 75 സീറ്റ് കിട്ടുന്നതാണ്. ഇപ്പൊ എവിടെയായി? എന്തായാലും ഇവർ രണ്ടുപേരെയും കുഴിച്ചു മൂടിപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ. ഈ രണ്ട് വിഷബീജി ജീവികളെയും കേരളത്തിലെ മണ്ണിൽ ആവശ്യമില്ല, ഇനി ആ വിഷം തുപ്പുന്ന ഇവരെ ആവശ്യമില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചതിന്റെ ഏറ്റവും വലിയ വിജയമാണ്. വി ഡി സതീശന്റെ വിജയമാണ് ഈ ഇലക്ഷനിലെ വിജയം എന്ന് തീർത്ത് പറയാൻ പറ്റും.